Hello everyone. 10th Chemistry, Chapter 1, Nomenclature of Organic Compounds and Isomerism. ഇതിന്റെ പാർട്ട് 2 നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നോമൻക്ലേച്ചർ ഓഫ് ആൽക്കെയിൻ വിത്ത് വൺ ബ്രാഞ്ച്. അപ്പൊ ലാസ്റ്റ് ക്ലാസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്തായാലും ബ്രാഞ്ച് ഇല്ലാത്ത ആൽക്കെയിനെ കുറിച്ചാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ ആൽക്കെയിന് ബ്രാഞ്ച് വന്നത്, ഇതിൽ നമുക്ക് തുടങ്ങാം കേട്ടോ. എന്നിട്ട് നമുക്ക് അതിന്റെ നോമൻക്ലേച്ചറിലേക്ക് വരാം. അപ്പോ എങ്ങനെ ബ്രാഞ്ച് വന്നു എന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ നിർബന്ധമായിട്ട് എന്താണ് ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്, എന്നാലാണ് ബ്രാഞ്ചിന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, എന്താണ് ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ട ഒരു സാധനമായിരുന്നു ആൽക്കെയിൻ, അല്ലെ? ആൽക്കെയിനെ കുറിച്ച് നമ്മൾ പരിചയപ്പെട്ടാണല്ലോ. അതിൽ തന്നെ ഒന്ന് രണ്ട് മൂന്നെണ്ണം ഞാനൊന്ന് വരയ്ക്കാം കേട്ടോ. ഫസ്റ്റ് മീതെയിൻ. എന്താ മീതെയിന്റെ പ്രത്യേകത? ഒരു കാർബണിലേക്ക് 4 ഹൈഡ്രജൻ ഒന്ന് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും, അല്ലെ? ഇതിനെ നമ്മൾ വിളിക്കുന്നത് CH4 എന്നാണ്. ഓക്കെ ആണല്ലോ. അതുപോലെ വേറൊരു സാധനമായിരുന്നു ഈഥെയിൻ, അല്ലെ? എന്താ ഈഥെയിന്റെ പ്രത്യേകത? ഒരു കാർബൺ ഉണ്ട്, ഇവിടെ വേറൊരു കാർബൺ ഉണ്ട്, ഈ 2 കാർബണിലേക്കുമായിട്ട് 3 ഹൈഡ്രജൻ. CH3 എഴുതുമ്പോ എങ്ങനെയാ? CH3 സിംഗിൾ ബോണ്ട് CH3, അല്ലെ? ഇനി വേറൊരെണ്ണം ഉണ്ടായിരുന്നു പ്രൊപ്പൈൻ. എന്താ പ്രൊപ്പൈന്റെ പ്രത്യേകത? അതിൽ 3 കാർബൺ ഉണ്ടായിരുന്നു, ഓരോ കാർബണിലേക്കും ഓരോ ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെ? ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ, പിന്നെ ഇവിടെ ഒരു ഹൈഡ്രജൻ. ഇത് എഴുതുമ്പോ എങ്ങനെയാ? CH3 CH2 CH3. ഓക്കെ, ഇത് മൂന്നും വെച്ചിട്ട് ഞാൻ എന്താണ് ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പഠിപ്പിക്കാൻ പോവാണ്. ശരിക്കും ശ്രദ്ധിച്ചിരുന്നോളാം കേട്ടോ. എന്താണ് ആൽക്കൈൽ ഗ്രൂപ്പ്? ആൽക്കൈൽ ഗ്രൂപ്പ് എങ്ങനെ ഉണ്ടാവാന്നറിയോ? ഇപ്പൊ ഇതിൽ നിന്ന് ഒരു ഹൈഡ്രജനെ നഷ്ടപ്പെട്ടു, ഒരു ഹൈഡ്രജൻ ഇവനെ ഇട്ടേച്ചു പോയി. ഓക്കെ, അപ്പോ ഈ ആൽക്കൈനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽക്കൈൽ. അതായത് ഇവൻ ഇൻകംപ്ലീറ്റ് ആണ്, ശരിയല്ലേ? അവൻ ഓൾറെഡി ഒരു ഹൈഡ്രജൻ അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഇവൻ സ്റ്റേബിൾ ആയിരുന്നു. പെട്ടെന്ന് ഒരു ഹൈഡ്രജൻ ഇവൻ ഇട്ടിട്ട് പോയപ്പോൾ ഇവൻ എന്തായി? ഇൻകംപ്ലീറ്റ് ആയി. അതായത് ഒരു ഹൈഡ്രജൻ ഇവന് നഷ്ടപ്പെട്ടു. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ലൈഫിലാണെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മുടെ ഇതിലെ ഒരാൾ ഇട്ടിട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ വേറെ ഏതെങ്കിലും ഗ്യാങ്ങിലേക്ക് അല്ലെ വേറെ ഏതെങ്കിലും കൂട്ടത്തിലേക്ക് എന്ത് ചെയ്യും? ഇവൻ ചെന്നങ്ങ് കയറും. അതായത് ഈ ഇൻകംപ്ലീറ്റ് ആയ ഗ്രൂപ്പ് ഉണ്ടല്ലോ CH3, അല്ലെ? ഇനി നമ്മൾ ഇവനെ CH4 എന്നല്ല വിളിക്കുക, CH3 എന്നല്ല വിളിക്കുക, അല്ലെ? ഒരു ഹൈഡ്രജൻ നഷ്ടപ്പെട്ടു. അപ്പൊ ഇവൻ ഒരു വര വരയ്ക്കുകയാണ് കേട്ടോ. CH3 എന്ന് എഴുതിയ പിന്നെ ഒരു ബോണ്ട് ബാക്കിയുണ്ടല്ലോ, 4 ബോണ്ട് വേണമല്ലോ കാർബൺ. അപ്പൊ ഒരു വര, ഇവിടെ ഓൾറെഡി ഒരു വരയുണ്ട്. ഓക്കെ, ഈ CH3 ചെന്ന് എന്ത് ചെയ്യുന്നറിയോ? വേറെ ഏതെങ്കിലും ഒരു കാർബൺ ചെയിൻ, ഇപ്പൊ ഞാനിപ്പോ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ ഒരു കാർബൺ ചെയിൻ വരയ്ക്കാന്ന് വിചാരിച്ചോ. ഈ കാർബൺ ചെയിനിലേക്ക് ഇവൻ ചെന്ന് കയറും. ഓക്കെ, ഈ കാർബൺ ചെയിനിലേക്ക് ഇവൻ ചെന്ന് ഇങ്ങനെ പോയി അറ്റാച്ച്ഡ് ആവും. ഇങ്ങനെയാണ് ബ്രാഞ്ച്ഡ് ഹൈഡ്രോ കാർബൺ അല്ലെങ്കിൽ ബ്രാഞ്ച്ഡ് ആൽക്കെയിൻ ഉണ്ടാവുന്നത്. നമ്മൾ പഠിക്കുന്നത് ഇങ്ങനെ ബ്രാഞ്ച്ഡ് ആൽക്കെയിൻ വരുമ്പോഴുള്ള ഇതിന്റെ നെയിമിങ്ങിനെ കുറിച്ചാണ്. ഞാൻ നോട്ടിൽ എഴുതാനുള്ള പോയിന്റ് ഞാൻ തരാം കേട്ടോ. അതുപോലെ തന്നെ ഒരെണ്ണം എന്താ, ഞാൻ ഇവിടെ വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇവിടെ 4 നഷ്ടപ്പെടും, ഒരു ഹൈഡ്രജൻ നഷ്ടപ്പെട്ടു. ഒരു ഹൈഡ്രജൻ നഷ്ടപ്പെടുമ്പോൾ ഈ CH3 എന്നുള്ളത് എന്താവും? CH2 എന്നാവും. ഞാൻ ഇവിടെ ഒരു വര ഇട്ടു. എന്താ ഇവിടെ സംഭവിക്കുക? ഈ ഹൈഡ്രജന് നഷ്ടപ്പെട്ട ആൽക്കൈൽ ഗ്രൂപ്പ്, ആൽക്കൈൽ എന്നാണ് പറയുന്നത്. ഒരു ഹൈഡ്രജൻ നഷ്ടപ്പെട്ട ഇവ നമ്മൾ വിളിക്കുന്ന ആൽക്കെയിൻ എന്നല്ല, ആൽക്കൈൽ എന്നാണ്. ഓക്കെ, ഇവിടെ CH3 ആട്ടോ, സോറി, ഇവിടെ CH3 ഉണ്ടേ, CH3. ഓക്കെ, ഈ ഹൈഡ്രജന് നഷ്ടപ്പെട്ട ആൽക്കൈൽ ഗ്രൂപ്പ് എന്ത് ചെയ്യും? ഇതിൽ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിലേക്ക് പോയിട്ട് അങ്ങോട്ട് അറ്റാച്ച്ഡ് ആവും. കണ്ടോ? ഇതാണ് ഇവിടുത്തെ ബ്രാഞ്ച്ഡ് ആൽക്കെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ അടുത്തേലും ഞാൻ മൂന്നാമത്തേലും കാണിച്ചു തരാം. ഇതിൽ നിന്നൊരു ഹൈഡ്രജനെ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചോ. ഇതിൽ നിന്നൊരു ഹൈഡ്രജനെ ഇവന് നഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പൊ ഹൈഡ്രജന്റെ അവിടെ ഒരു വര വരച്ചു. ഓക്കെ, അപ്പൊ ഇവിടെ എന്തായി? CH3 എന്നുള്ളത് എന്തായി? CH2 എന്നായി. ഇവിടെ ഞാനൊരു വര വരച്ചു. ഓക്കെ, ഇവൻ എന്ത് ചെയ്യും? ഇവൻ ഏതെങ്കിലും ഒരു കാർബൺ ചെയിനിലേക്ക് ചെന്ന് എന്ത് ചെയ്യും? ഇവൻ അറ്റാച്ച്ഡ് ആവും. ഇതുപോലെ ഹൈഡ്രജൻ നഷ്ടപ്പെട്ടവൻ ഇവിടെ ചെന്ന് അറ്റാച്ച്ഡ് ആവും. ഓക്കെ, ഇതാണ് സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം എന്താണ് ആൽക്കൈൽ ഗ്രൂപ്പ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഐഡിയ അതുപോലെ എഴുതിയാൽ മതി. എന്താ ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ? ഹൈഡ്രജന് റിമൂവ് ആയ ആൽക്കെയിൻ ഗ്രൂപ്പാണ് കേട്ടോ. ആൽക്കെയിൻ ഗ്രൂപ്പ് വിത്ത് എന്താണ്? 1 ഹൈഡ്രജൻ, വെൻ 1 ഹൈഡ്രജൻ ആറ്റം ഈസ് റിമൂവ്ഡ്. ഒരു ഹൈഡ്രജൻ ആറ്റം നഷ്ടപ്പെട്ട ഇൻകംപ്ലീറ്റ് ആയ ആൽക്കെയിൻ ഗ്രൂപ്പിനെയാണ് ആൽക്കെയിൻ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ആൽക്കൈൽ എന്ന് വിളിക്കും കേട്ടോ. അപ്പൊ വേണമെങ്കിൽ ആദ്യം ഇൻട്രോ പോലെ ഇങ്ങനെ കൊടുക്കാം. സ്മോൾ ബ്രാഞ്ചസ് ആദ്യം എഴുതാം.
സ്മോൾ ബ്രാഞ്ചസ് അറ്റാച്ച്ഡ് ടു ദ കാർബൺ ചെയിൻ. കാർബൺ ചെയിനിലേക്ക് ചെറിയ ബ്രാഞ്ച് ആയിട്ട് ഇവരെ അറ്റാച്ച് ചെയ്യും. സ്മോൾ ബ്രാഞ്ചസ് അറ്റാച്ച്ഡ് ടു ദ കാർബൺ ചെയിൻ. ഓക്കെ, ഇതെങ്ങനെ ഉണ്ടാവുന്നത് അത് ഇമ്പോർട്ടന്റ് ആണ്, രണ്ടും എഴുതിക്കൊള്ളണം കേട്ടോ, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. എങ്ങനെയാ അത് ഉണ്ടാവുന്നത്? വൺ ഹൈഡ്രജൻ ആറ്റം, ആൻ ആൽക്കൈൽ ഗ്രൂപ്പ് ഈസ് ഫോംഡ്. An alkyl group is formed. എങ്ങനെ ഫോം ചെയ്യാ? when one hydrogen atom, ഒരു ഹൈഡ്രജൻ ആറ്റം, when one hydrogen atom is removed from an alkane, is removed from an alkane. ആൽക്കെയിനിൽ നിന്ന് ഒരു ഹൈഡ്രജൻ ആറ്റത്തിനെ റിമൂവ് ചെയ്യുമ്പോഴാണ് എന്ത് ഫോം ചെയ്യുന്നത്? ആൽക്കൈൽ ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത്. ശരിക്കും മനസ്സിലായിക്കൊള്ളണം കേട്ടോ. ഒരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണ പോലെ എഴുതിക്കൊള്ളണം. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ CH3, CH4, CH4ൽ നിന്ന് മലയാളത്തിൽ എഴുതി വെച്ചാലും മതി. CH4ൽ നിന്ന് ഒരു ഹൈഡ്രജന് നഷ്ടപ്പെട്ടാൽ, ഒരു ഹൈഡ്രജൻ റിമൂവ് ആയാൽ അതെന്തായി മാറും? റിമൂവ് ആയാൽ അത് CH3 ആയി മാറും. അവനൊരു ബോണ്ടിന്റെ കുറവുള്ളതുകൊണ്ട് ഒരു വരയിടും. CH3 ആകുന്നു. ഈ CH3നെ വിളിക്കുന്ന പേരാണ് എന്ത്? ആൽക്കൈൽ. അല്ലെങ്കിൽ ഇവിടെ അതിന് സ്പെഷ്യൽ നെയിം ഉണ്ട്, മീഥൈൻ അല്ലേ, അപ്പോ മീഥൈൽ എന്ന് വിളിക്കും. ഇതിനെന്താ വിളിക്കുന്നത്? മീഥൈൻ എന്ന് വിളിക്കും. AN മാറ്റിയിട്ട് എന്ത് ചെയ്യുക? YL ചേർക്കാം കേട്ടോ. AN ഇതൊരു എക്സാമ്പിൾ ആയിട്ട് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോ AN ഇതിന്റെ നെയിമിങ് കേട്ടാ. AN റീപ്ലേസ് ചെയ്തിട്ട് എന്ത് ആഡ് ആക്കണം? YL ആഡ് ആക്കണം. ഇതാണ് നെയിമിങ്ങിൽ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. YL ആഡ് ആക്കുക എന്ന് എഴുതി വെച്ചാൽ മതി. AN അടുത്ത പോയിന്റ് ആയിട്ട് AN റീപ്ലേസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? YL ആഡ് ആക്കണം. അപ്പൊ നമുക്ക് നോക്കാം, ഒന്ന് രണ്ടെണ്ണം നമുക്കൊന്ന് എഴുതി നോക്കാം അല്ലെ. അപ്പൊ നോക്കി, ഒന്ന് CH4 എന്ന് പറഞ്ഞാൽ കുറച്ച് ആരാണ്? CH3. ഇതിനെ നമ്മൾ വിളിക്കുന്ന എന്ത് ഗ്രൂപ്പ് എന്നാണ്? മീഥൈൽ. ഇപ്പൊ നമ്മൾ പറഞ്ഞേ മീഥൈൽ ഗ്രൂപ്പ്. ഇനി അടുത്ത ആരാ? CH3, CH2, CH3 അല്ലെ. അതിലേക്ക് നമ്മൾ കുറച്ച് മുന്നേ കണ്ടില്ലേ, അതിലേക്ക് ഒരു ഹൈഡ്രജനെ നഷ്ടപ്പെട്ടു അല്ലെ. ഇതാരാണ്? ഇവിടെ CH3 ആയിരുന്നപ്പോ നമ്മൾ ഇതിനെ എന്തെന്നാ വിളിക്കുന്നത്? CH3 ആയിരുന്നപ്പോ നമ്മൾ വിളിച്ചുകൊണ്ടിരുന്ന പേരാണ് ഈഥൈൻ അല്ലെ, ഈഥൈൻ. ഇപ്പൊ അവന്റെ പേരെന്താ? ഈഥൈൽ. ഈഥൈൽ എന്നാണ് വിളിക്കുന്നത്. അതുപോലെ അടുത്ത് CH2, CH3 ആയിരുന്നു, ഒരു ഹൈഡ്രജൻ നഷ്ടപ്പെട്ടപ്പോൾ CH2 ആയി, ഒരു വരയിട്ടു. ഇനി CH2, CH3 ഇതിനെ വിളിക്കുന്നത് എന്താണ്? പ്രൊപ്പൈൽ. അങ്ങനെ പോകും. പ്രൊപ്പൈൽ, ബ്യൂട്ടൈൽ, പെൻഡൈൽ, ഇങ്ങനെ പോകും. അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട രണ്ട് ഐഡിയ ആണ്. എന്താണ് ആൽക്കൈൽ ഗ്രൂപ്പ്? ഹൗ ഇറ്റ് ഈസ് ഫോംഡ്. അപ്പൊ എന്താ ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ? സ്മോൾ ബ്രാഞ്ച്, കാർബൺ ആറ്റത്തിന്റെ ലോങ് ചെയിൻ ഉണ്ടല്ലോ, നമ്മൾ ഇതിനു മുന്നേ കണ്ടില്ലേ, അതിലേക്ക് വരുന്ന ചെറിയ ബ്രാഞ്ചുകളെയാണ് എന്തെന്ന് പറയുന്നത്? ആൽക്കൈൽ ഗ്രൂപ്പ്. ഇതെങ്ങനെയാ ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ടായേ? ഒരു ആൽക്കൈനിൽ നിന്ന് എന്തിനു നഷ്ടപ്പെട്ടപ്പോൾ? ഹൈഡ്രജന് റിമൂവ് ആയപ്പോൾ, ആ ഒരു വിടവ് നികത്താൻ അല്ലെ, ഹൈഡ്രജൻ ആറ്റത്തിന് റിമൂവ് ആയപ്പോൾ ഫോം ചെയ്തതാണ് എന്തെന്ന് പറയുന്നത്? ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാ ഇതിന്റെ നെയിമിങ് എങ്ങനെയാ? നമ്മള് നോർമലി എഴുതണ പോലെ തന്നെയാണ്, പക്ഷെ ANക്ക് പകരം എന്ത് എഴുതണം? YL ചേർക്കണം. അങ്ങനെയാണ് ഇതിന്റെ നെയിം വരിക. ഇനി നമ്മൾ ഇങ്ങനെ ബ്രാഞ്ച് ഉള്ളതിനെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബ്രാഞ്ച് ഇല്ലാത്തതിന്റെ നെയിമിംഗ് ആണ് പഠിച്ചത് അല്ലെ. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ബ്രാഞ്ച് ഉള്ളതിന് എങ്ങനെയാണ് നെയിം കൊടുക്കുന്നത് കേട്ടോ. IUPAC, ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി എന്നാണ് ഈ ഓർഗനൈസേഷന്റെ പേര്. ഇവരാണ് ഈ ഓർഗാനിക് കോമ്പൗണ്ടിന്റെ നെയിമിങ്ങിന് വേണ്ട റൂൾസ് ഒക്കെ സെറ്റ് ചെയ്യുന്ന ഓർഗനൈസേഷൻ കേട്ടോ. IUPAC, ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി, അതാണ് ഫുൾ ഫോം കേട്ടോ. IUPAC റൂൾ ഫോർ നെയിമിംഗ് ബ്രാഞ്ച്ഡ് ഹൈഡ്രോ കാർബൺ. അപ്പൊ നമ്മൾ കണ്ട ബ്രാഞ്ച് ഉള്ള ഹൈഡ്രോ കാർബൺ എങ്ങനെ പേര് കൊടുക്കും? ബ്രാഞ്ച്ഡ് ഹൈഡ്രോ കാർബൺ. ഓക്കെ, നമുക്ക് ആദ്യം സ്റ്റെപ്പുകൾ നോക്കാം. ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ പറയേണ്ടത് ആദ്യം തന്നെ സെലക്ട് ദ ലോങ്സ്റ്റ് കണ്ടിന്യൂസ് കാർബൺ ചെയിൻ. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ് കേട്ടോ. ഏറ്റവും നീളം കൂടിയ കാർബൺ ചെയിൻ സെലക്ട് ചെയ്യുക. സെലക്ട് ലോങ്സ്റ്റ് കണ്ടിന്യൂസ് കാർബൺ ചെയിൻ.
കണ്ടിന്യൂസ് ഏറ്റവും നീളം കൂടിയ കണ്ടിന്യൂസ് ആയ കാർബൺ ചെയിൻ നമ്മൾ സെലക്ട് ചെയ്യും. ഓക്കെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മളിപ്പോ ഇങ്ങനെ ഒരു ചെയിൻ ഉണ്ടെന്ന് വിചാരിച്ചു, ശ്രദ്ധിച്ചോളണം കേട്ടോ. ഇങ്ങനെ ഒരു ചെയിൻ സി 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 ഇവിടെ ഇങ്ങനെ പോയേക്കാണ്, ഒരു ബ്രാഞ്ച് ഇങ്ങനെ വന്നേക്കാണ്, ഇതിങ്ങനെ പോയേക്കാം. ഇതിൽ ഏതായിരിക്കും ലോങ്സ്റ്റ് കണ്ടിന്യൂസ് കാർബൺ ചെയിൻ? നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് എണ്ണാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് ഇങ്ങനെ എടുത്താൽ എന്തായിരിക്കും സംഭവിക്കുക? ഇങ്ങനെ എടുത്താൽ ഇവിടെ എത്ര കാർബൺ ഉണ്ട്? ഇവിടെ 1 2 3 4 5 6 6 കാർബൺ ഉണ്ട് അല്ലേ? അപ്പൊ ഇതായിരിക്കും ലോങ്സ്റ്റ്. നമുക്ക് നോക്കാം കേട്ടാ. ഓക്കെ, ഇങ്ങനെ എടുത്ത 6 കാർബൺ അല്ലെ. ഇനി ഇവിടെ ഒരു കാർബൺ കൂടെ കൊടുക്കുക കേട്ടാ. ഞാൻ ദേ ഇങ്ങനെയാണ് എടുക്കുന്നെങ്കിലോ, ഞാൻ ദേ ഇങ്ങനെ പോയിട്ട് ഇതാണ് ലോങ്സ്റ്റ് ആയിട്ട് എടുക്കുന്നെങ്കിൽ, ഇതാണ് ചെയിൻ ആയിട്ട് നോക്കുന്നെങ്കിൽ എത്ര കാർബൺ ഉണ്ട്? 7 കാർബൺ ഉണ്ട്. അപ്പൊ ഇതിനെ വേണം നമ്മൾ എന്തായിട്ട് എടുക്കാൻ? ലോങ്സ്റ്റ് കണ്ടിന്യൂസ് കാർബൺ ചെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. മെയിൻ ചെയിൻ എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത് കേട്ടോ. കാരണം ഇതിലാണ് ഏറ്റവും കൂടുതൽ കാർബൺ. ലോങ്സ്റ്റ് കണ്ടിന്യൂസ് ആയിരിക്കണം കേട്ടോ, മുറിഞ്ഞു പോരുത്. ലോങ്സ്റ്റ് കണ്ടിന്യൂസ് കാർബൺ ചെയിൻ എന്ന് പറഞ്ഞത് ഇതാണ്. കാരണം ഇതിനകത്താണ് ഏറ്റവും കൂടുതൽ കാർബണുകൾ ഉള്ളത് അല്ലെ. 1 2 ബാക്കി ഒന്നിനും വരില്ലല്ലോ. ഇനി അല്ലാണ്ട് നോക്കണം, പല രീതിക്ക് നമ്മൾ പോയി നോക്കണം കേട്ടോ, അതൊരു മിസ്റ്റേക്ക് വരുന്നതാണ്. അങ്ങനെ പോയി നോക്കണം. 3 4 5 6 ഇങ്ങനെ പോയി നോക്കിയാലും 6 അല്ലേ? ഇങ്ങനെ പോയാലും 6 ആണ്, അതുകൊണ്ട് പ്രശ്നമില്ല കേട്ടോ. ഇനി 6 തന്നെയാണ് എല്ലാത്തിലും വരുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള നേരെയുള്ള ചെയിൻ തന്നെ എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വേണമെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്തേക്ക്. ഇങ്ങനെ പോയി ഇങ്ങനെ വരും അല്ലെ. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ലോങ്സ്റ്റ് കണ്ടിന്യൂസ് കാർബൺ ആസ് മെയിൻ ചെയിൻ എന്ന് വേണമെങ്കിൽ കൊടുത്തു. മെയിൻ ചെയിൻ ആയി സെലക്ട് ചെയ്യാം. ആസ് മെയിൻ ചെയിൻ. മെയിൻ ചെയിൻ എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ പേരന്റ് ചെയിൻ എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. പേരന്റ് ചെയിൻ. അപ്പൊ ശ്രദ്ധിച്ചോളണം കേട്ടോ. അപ്പൊ മെയിൻ ചെയിൻ ചൂസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചോളണം, ഇമ്പോർട്ടന്റ് സ്റ്റെപ്പാണ്. ഏറ്റവും നീളം കൂടിയ കാർബൺ ചെയിൻ അതാന്ന് ഉറപ്പ് വരുത്തിക്കൊള്ളണം കേട്ടോ. അതുപോലെ വേറൊരു എക്സാമ്പിളോടെ ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. വേറൊരു എക്സാമ്പിൾ കാണിക്കുവാണെങ്കിൽ സി 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 ഓക്കെ, ഇങ്ങനെ പോവാന്ന് വിചാരിച്ചോ. ഇതിൽ ഏറ്റവും നീളം കൂടിയ കാർബൺ ചെയിൻ നിങ്ങൾ നോക്കി, ഇതൊക്കെ എക്സാമ്പിൾ ആയിട്ട് നോട്ട് ചെയ്തോ. ഇതിൽ ഏറ്റവും നീളം കൂടിയ കാർബൺ ചെയിൻ എന്ന് പറയുന്നത് ഇങ്ങനെ പോകുന്നതാണ് കണ്ടാ. 5 കാർബൺ. ബാക്കിയൊന്നുമല്ല, ഇങ്ങനെ പോയാൽ 4 ഉള്ളൂ അല്ലെ. നേരെ പോയാലും 4 ഉള്ളൂ. അപ്പൊ ഇതാണ് ഏറ്റവും ലോങ്സ്റ്റ് കണ്ടിന്യൂസ് കാർബൺ ചെയിൻ. അപ്പൊ ഇത് രണ്ടും എക്സാമ്പിൾ ആയിട്ട് അവിടെ എഴുതി വെച്ചോളാം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിയില്ല എന്താണ് ലോങ്സ്റ്റ് കണ്ടിന്യൂസ് കാർബൺ ചെയിൻ. ഓക്കെ, ഇത് സെലക്ട് ചെയ്തു. ഇത് സെലക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഒരു ബോക്സ് ഒക്കെ ആക്കി വെക്കുവാണെങ്കിൽ നല്ലതാണ്. ഇത് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പിന്നെ മാറിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ബോക്സിനകത്ത് ഇവനെ ആക്കി വെക്കുവാണെങ്കിൽ പിന്നെ മാറിപ്പോകില്ലോ, നമുക്ക് ഉറപ്പിക്കാമല്ലോ ഇതാണ് ലോങ്സ്റ്റ് എന്ന്. അതുപോലെ തന്നെ ഇതിലും എന്താ അടുത്ത സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്, സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് കാർബൺ ആറ്റത്തിന് നമ്പർ കൊടുക്കണം എന്നാണ്. ശ്രദ്ധിച്ചോളൂ കേട്ടോ. കാർബൺ ചെയിനിൽ നമ്മൾ എടുത്ത ലോങ്സ്റ്റ് ചെയിൻ ഉണ്ടല്ലോ, മെയിൻ ചെയിനിലെ കാർബൺ ആറ്റത്തിന് നമ്പർ കൊടുക്കുക. നമ്പറിങ് കാർബൺ ആറ്റംസ് ഓഫ് മെയിൻ ചെയിൻ. ആറ്റംസ് ഓഫ് അതെങ്ങനെയാന്ന് പറഞ്ഞുതരാം കേട്ടാ. മെയിൻ ചെയിൻ ഫ്രം, ഒരു കാര്യം ശ്രദ്ധിച്ചോളണം, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കും ചെയ്യണം, അതുപോലെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കും ചെയ്യണം കേട്ടോ. ലെഫ്റ്റ് ടു റൈറ്റ് ആൻഡ് റൈറ്റ് ടു ലെഫ്റ്റ്. ഈ റൂൾ എഴുതാനൊന്നും എക്സാമിന് ചോദിക്കാറില്ല, നമുക്ക് നെയിമിംഗ് ആണ് പഠിക്കേണ്ടത്, എങ്ങനെയാ നെയിം ചെയ്യണം. അതുകൊണ്ട് ഈ മെത്തേഡാണ് പഠിച്ചു വെക്കേണ്ടത് കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിന് നമ്പർ ചെയ്യേണ്ടത്. ഞാൻ 1 2 കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഇത് തന്നെ എക്സാമ്പിൾ എടുക്കാം, നമ്മൾ തൊട്ട് മുന്നേ ചെയ്തില്ലേ. ഇതാണല്ലോ ലോങ്സ്റ്റ് ചെയിൻ. ഇതിന് നമ്പർ കൊടുക്കുക എന്ന് പറയുന്നത് ഇതാണ്. ആദ്യം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് കൊടുക്കാം കേട്ടോ. അതാ 1 2, ചുമ്മാ കാർബൺ നമ്പർ കൊടുക്കണം. 3 4 5 6 7. ഇത് മാത്രം മതിയോ? അല്ല, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കും കൊടുക്കണം. അപ്പൊ താഴെ കൊടുത്താൽ മതി മാറിപ്പോണ്ടിരിക്കാൻ. 1 2 3 4 5 6 7. ഇങ്ങനെയാണ് നമ്പർ കൊടുക്കേണ്ടത്. ഇതുപോലെ തന്നെ താഴെ കേട്ടോ, താഴെയും കൊടുക്കാം. താഴെ എങ്ങനെ കൊടുക്കുക? ആദ്യം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് കൊടുക്കുക. 1 2, മെയിൻ ചെയിൻ കൊടുത്താൽ മതി കേട്ടോ. 3 4 5. ഇനി താഴെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് കൊടുക്കുക. 1 2 3 4 5. ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്, നമ്പറിംഗ് കാർബൺ ആറ്റം ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആൻഡ് റൈറ്റ് ടു ലെഫ്റ്റ്. ഇനി മൂന്നാമത്തെ കാര്യം സെലക്ട് ദ പൊസിഷൻ ഓഫ് ബ്രാഞ്ച് അല്ലെ. സെലക്ട് ദ പൊസിഷൻ ഓഫ്
ആൽക്കൈൽ ഗ്രൂപ്പ്, അതിലുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് അത് ആരാണ്? ബ്രാഞ്ചായിട്ട് വന്നിരിക്കുന്നത്, മെയിൻ ചെയിൻ അല്ല, ബ്രാഞ്ചായി വന്ന ഗ്രൂപ്പ്. കേട്ടോ, അവിടെ ബ്രാക്കറ്റിൽ എഴുതിക്കൊള്ളണം. സെലക്ട് ദ പൊസിഷൻ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്, ബ്രാഞ്ചായി വന്ന ഗ്രൂപ്പ്. ഇതിലേതാ ഈ ബ്രാഞ്ചായി വന്ന ഗ്രൂപ്പ്? ദാ നമ്മൾ ആ ബോക്സിനകത്ത് പുറത്തിട്ടിരിക്കുന്നത് കണ്ടോ, ഇതാണ് ബ്രാഞ്ച്. ഇതാണ് ബ്രാഞ്ചായിട്ട് വന്ന ഗ്രൂപ്പ്. അതുപോലെ തന്നെ മറ്റേല് നോക്കിയാലോ, ഇത് രണ്ടും, ഇതാണ് ബ്രാഞ്ച് എന്ന് പറയണത്. ഇവന്റെ പൊസിഷൻ സെലക്ട് ചെയ്യണം. പൊസിഷൻ സെലക്ട് ചെയ്യുന്ന വളരെ ശ്രദ്ധിക്കണം, മിസ്റ്റേക്ക് വരുന്ന സ്ഥലമാണ്, ശ്രദ്ധിച്ചോളാം. ഇവന്റെ പൊസിഷൻ നോക്കുമ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നോക്കുമ്പോൾ ഇവൻ, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നോക്കുമ്പോൾ ഇവൻ 4ാമത്തെ പൊസിഷനിലാണ് മുകളിലുള്ളത്, അല്ലെ? താഴെയുള്ള നമ്പറിങ്ങിൽ ഇവൻ 4ാമത്തെ പൊസിഷനിലാണ്. ഇത് കുഴപ്പമില്ല കേട്ടാ, ഇവിടെയും കുഴപ്പമില്ല. കാരണം ഇവിടെയും നമ്മൾ കൊടുത്തപ്പോ ഈ ബ്രാഞ്ച് വന്നേക്കുന്നത് 3ലാണ്, ഇവിടെയും ബ്രാഞ്ച് വന്നേക്കുന്നത് 3ലാണ്, പ്രശ്നമില്ല. ഇനി അല്ല ഡിഫറൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. ഇപ്പൊ താഴെ നിന്നുള്ള 3ഉം മേളിൽ 2ഉമാണ്. ആ നമ്പേഴ്സ് ഡിഫറൻറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് ലോവസ്റ്റ് പൊസിഷൻ ആയിരിക്കണം കേട്ടാ. അപ്പൊ പൊസിഷൻ കൊടുക്കുമ്പോൾ ഏതാ കൊടുക്കേണ്ടത്? ഇപ്പൊ 3ഉം 2ഉം കൊണ്ട് ഏതാ എടുക്കാവുള്ളൂ? 2 എടുക്കാവുള്ളൂ. 5ഉം 4ഉം കൊണ്ട് ഏതാ എടുക്കാവുള്ളൂ? 4 എടുക്കാവുള്ളൂ കേട്ടോ. അപ്പൊ സെലക്ട് ദ പൊസിഷൻ ആസ്, അപ്പൊ എങ്ങനെയാ സെലക്ട് ചെയ്യുക? ചൂസ് ദ ലോവസ്റ്റ് പൊസിഷൻ, ചൂസ് ദ ലോവസ്റ്റ് പൊസിഷൻ ഓഫ് കാർബൺ. മനസ്സിലാവണ പോലെ എഴുതിയാൽ മതി കേട്ടാ. കാർബൺ ടു വിച്ച് ബ്രാഞ്ച് അറ്റാച്ച്ഡ്, ബ്രാഞ്ച് അറ്റാച്ച് ചെയ്ത കാർബണിന് ഏറ്റവും ചെറിയ പൊസിഷൻ ഏതാ വന്നേക്കുന്നത്? ലെഫ്റ്റ് നിന്ന് റൈറ്റ് ആണോ, റൈറ്റ് നിന്ന് ലെഫ്റ്റ് ആണോ? അത് നോക്കുക. ചൂസ് ദ ലോവസ്റ്റ് പൊസിഷൻ ഓഫ് കാർബൺ ടു വിച്ച് ബ്രാഞ്ച് അറ്റാച്ച്ഡ്. നിങ്ങൾക്ക് മനസ്സിലാവണ പോലെയാണ് കേട്ടോ എഴുതണ്ടേ, ഇതുപോലെയല്ല. നിങ്ങൾക്ക് എങ്ങനെയാണോ മനസ്സിലാവണം അതുപോലെ. അതായത് ഏത് സൈഡിൽ നിന്നാണോ ബ്രാഞ്ചിന് ചെറിയ നമ്പർ കിട്ടുന്നത് അതാണ് ചൂസ് ചെയ്യേണ്ടത്. വളരെ ശ്രദ്ധിച്ചോളാം. ഇനി എങ്ങനെയാണ് ഇതിന്റെ നെയിം കൊടുക്കേണ്ടത്? ഓക്കെ, ഇനി അതിന്റെ നെയിമിങ്ങിലേക്ക് വരാം. ഇതിന്റെ നെയിമിങ് നമ്മൾ ഒരു വൃത്തിയായിട്ട് ഒരു ബോക്സിലാക്കി വെച്ചേക്കണം. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇത് നോക്കി അത് കറക്റ്റ് ചെയ്തോളാം കേട്ടോ. ദാ ആദ്യം ചെയ്യേണ്ടത്, നമ്മളിപ്പോ ഒരു പൊസിഷൻ നമ്പർ പറഞ്ഞില്ലേ സ്റ്റെപ്പ് 3ല്, ഇവിടെ ഒരു പൊസിഷൻ നമ്പർ പറഞ്ഞില്ലേ, പൊസിഷൻ, ആ പൊസിഷൻ നമ്പറാണ് ആദ്യം എഴുതേണ്ടത്. ശ്രദ്ധിച്ചോളാം. ഫസ്റ്റ് എഴുതേണ്ടത് പൊസിഷൻ നമ്പർ ആണ്. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ വര ഇടണം, ഒരു ചെറിയ ഹൈഫൻ ഇടും. ഓക്കെ, എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ആൽക്കൈൽ ഗ്രൂപ്പിന്റെ പേര് പറഞ്ഞില്ലേ, ആൽക്കൈലിന്റെ നെയിം എഴുതണം. ആൽക്കൈൽ നെയിം എന്നിട്ട് ബ്രാക്കറ്റിൽ എഴുതിക്കൊള്ളണം. ബ്രാഞ്ചിന്റെ നെയിം വേണം അത് കഴിഞ്ഞിട്ട് എഴുതാൻ. ഇപ്പൊ 2 മീഥൈൽ എന്ന് പറഞ്ഞ പോലെ, 2 പ്രൊപ്പൈൽ, അതുപോലെ ഈഥൈൽ എന്ന് പറഞ്ഞ പോലെ ബ്രാഞ്ചിന്റെ നെയിം വേണം ആദ്യം എഴുതാൻ. എന്നിട്ട് പൊസിഷൻ നമ്പർ എഴുതി, ഹൈഫൻ ഇട്ടു, ബ്രാഞ്ചിന്റെ പേര് എഴുതി. ഇനി മൂന്നാമത് എന്ത് എഴുതണം എന്നറിയോ? നമ്മൾ കണ്ട മെയിൻ ചെയിനില്ലേ, മെയിൻ ചെയിനിന്റെ പേര് വേണം ഇത് കഴിഞ്ഞിട്ട്. നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ പേരന്റ് ചെയിൻ, നമ്മൾ പേരന്റ് ചെയിൻ എന്ന് പറഞ്ഞല്ലേ, അതായത് നമ്മൾ കുട്ടിയുടെ പേര് ആദ്യം പറഞ്ഞിട്ട് പേരന്റിന്റെ ചെയിൻ പറഞ്ഞു. നമ്മൾ നോർമലി പേര് കൊടുക്കുമ്പോൾ അങ്ങനെയല്ലേ, കുട്ടിയുടെ പേര് കഴിഞ്ഞിട്ടാണ് പേരന്റിന്റെ ചെയിൻ. അതുപോലെ തന്നെ ബ്രാഞ്ചിന്റെ പേര്, ബ്രാഞ്ചിന്റെ നെയിം കഴിഞ്ഞിട്ട് അതിലേക്ക് എന്ത് ചെയ്യണം? ഇവിടെ ഹൈഫൻ വേണ്ട കേട്ടാ, ഇവിടെ അതിന്റെ കൂടെ ചേർത്താണ് എഴുതേണ്ട, ഒരു സ്പേസ് ഇട്ടതാണ് ഞാൻ ഇവിടെ പ്ലസ് ചെയ്താണ് കേട്ടാ. മെയിൻ ചെയിനിന്റെ പേര് എഴുതണം. മെയിൻ ചെയിൻ ഏതാണോ അതിന്റെ പേര് എഴുതണം. ഓക്കെ, ഇനി ഇവിടെ എന്താ മെയിൻ ചെയിന്റെ പേര്? ഇവിടെ നോക്കി, ഇവിടെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഏതാ ആൽക്കൈൽ? ഇവിടെ ഇതിന്റെ പൊസിഷൻ വരുമ്പോ എങ്ങനെ വരും? 3 അല്ലെ, 3 വന്നു, ഒരു ഹൈഫൻ ഇട്ടു. ഏതാ ബ്രാഞ്ചിന്റെ പേര്? ഒരു കാർബൺ അല്ലേ ഉള്ളൂ, ഒരു കാർബൺ ആണെങ്കിൽ നമ്മൾ എന്താ വിളിക്കുക? മീഥൈൽ. എന്നിട്ട് ആരുടെ പേര് എഴുതണം? മെയിൻ ചെയിൻ. മെയിൻ ചെയിനിൽ എത്ര കാർബൺ ഉണ്ട്? 5 കാർബൺ. 5 കാർബൺ വരുമ്പോ എന്താ അവന്റെ പേര്? പെന്റൈൻ. 3 മീഥൈൽ പെന്റൈൻ. ഓക്കെ, നമുക്ക് ഒരു കുറച്ച് ചെയ്തു നോക്കാം. ചെയ്തു നോക്കിയാലാണ് അതിനകത്ത് ക്ലാരിറ്റി വരുള്ളൂ കേട്ടോ. ദാ ഒരു 1-2 നമുക്ക് ചെയ്ത് ഉറപ്പിക്കാം. ദാ ഇതാണ് നമ്മുടെ ആക്ടിവിറ്റി 7 കേട്ടാ. ആക്ടിവിറ്റി 7 നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, ആക്ടിവിറ്റി 7 കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. കുറച്ച് നെയിമിങ് നമുക്ക് ഓരോന്ന് നെയിം ചെയ്യാം കേട്ടോ. നമുക്ക് ഇതിന്റെ നെയിം എങ്ങനെ കൊടുക്കാം നോക്കാം. ആദ്യം എന്താ ചെയ്യേണ്ടത്? നമ്മൾ ലോങ്സ്റ്റ് കണ്ടിന്യൂസ് കാർബൺ ചെയിൻ സെലക്ട് ചെയ്യാൻ നമ്മൾ പല വഴി പോയി നോക്കണം കേട്ടോ. പല വഴി പോയി നോക്കിയാലാണ് നമുക്ക് എന്ത് മനസ്സിലാവുള്ളൂ, ഇതിൽ ഏതാണ് ഏറ്റവും ലോങ്സ്റ്റ് കണ്ടിന്യൂസ്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പോവാം, ഇങ്ങനെ പോയി നോക്കാം. അപ്പൊ എത്രയായി? 5 അല്ലെ? അല്ലെങ്കിൽ ഇങ്ങനെ പോയാലോ 3 4, അപ്പോഴും 5. ഇങ്ങനെ പോയാലോ 3 ഉള്ളൂ. അപ്പൊ നമുക്ക് ഏതെടുക്കാം? സ്ട്രെയിറ്റ് ചെയിൻ തന്നെ എടുക്കാം കേട്ടോ. ലോങ്സ്റ്റ് കണ്ടിന്യൂസ് കാർബൺ ചെയിൻ ആയിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ചെയിൻ തന്നെ എടുക്കാം. ഇതാണ് ലോങ്സ്റ്റ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? നമ്മൾ നമ്പർ കൊടുക്കണം. എങ്ങനെയാ നമ്പർ കൊടുക്കുക? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കും, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കും. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കൊടുക്കാം. 1 2 3
4 5. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് കൊടുക്കാം അല്ലെ? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകരുത്, ഇനി റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കൊടുക്കാം. 1 2 3 4 5. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? നിങ്ങൾ തന്നെ ചെയ്ത് പോയിക്കോളൂ കേട്ടോ. വീഡിയോ പോസ് ചെയ്തിട്ട് തന്നെ ചെക്ക് ചെയ്തിട്ട് തന്നെ ചെയ്തിട്ട് വേണം ഞാൻ പറയുമ്പോൾ ചെക്ക് ചെയ്യാൻ കേട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ആൽക്കൈൽ ഗ്രൂപ്പിനെ നോക്കണം. അതിൽ ഏറ്റവും ചെറിയ പൊസിഷൻ വന്നേക്കുന്ന ഏതാ നോക്കണം. ഇവിടെ 4ഉം ഇവിടെ 2ഉം. നമ്മൾ ഏതാ എടുക്കുക? 2നെ എടുക്കും, 4 എടുക്കൂല കേട്ടോ. എന്തായിരിക്കും എന്റെ പേര്? 2 ഹൈഫൻ മീഥൈൽ പെന്റൈൻ. 2 മീഥൈൽ പെന്റൈൻ എന്നാണ് ഇവന്റെ പേര്. ആൽക്കൈൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ കൊടുത്തു, 2 കൊടുത്തു, ഒരു ഹൈഫൻ ഇട്ടു. വന്നിരിക്കുന്ന ബ്രാഞ്ച് ഏതാ? ഒരു കാർബൺ മാത്രമുള്ള ബ്രാഞ്ച് ആണ്. ഇതിന്റെ പേരെന്താ? മീഥൈൽ. മെയിൻ ചെയിന്റെ പേരെന്താ? പെന്റൈൻ. 5 കാർബൺ അല്ലേ? പെന്റൈൻ. അപ്പൊ ഇതിന്റെ പേര് 2 മീഥൈൽ പെന്റൈൻ. അതുപോലെ അടുത്ത് നോക്കാം. നെക്സ്റ്റ് വൺ ആക്ടിവിറ്റി 7 തന്നെയാണ്. 4-5 ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? നമ്മൾ ലോങ്സ്റ്റ് കണ്ടിന്യൂസ് കാർബൺ ചെയിൻ സെലക്ട് ചെയ്യണം. ഇതാണോ ലോങ്സ്റ്റ് കണ്ടിന്യൂസ് കാർബൺ ചെയിൻ? 3 4 5 6. 3 4 5 ഇങ്ങനെ പോയാലും 6 അല്ലെ? ഇങ്ങനെ പോയാൽ 3 ഉള്ളൂ. അപ്പൊ എന്തായാലും ലോങ്സ്റ്റ് ആയിട്ട് നമുക്ക് സ്ട്രൈറ്റ് ചെയിൻ തന്നെ എടുക്കാം. വേറെ ട്വിസ്റ്റ് ഒന്നും ഇവിടെ ഇല്ല കേട്ടോ. സ്ട്രൈറ്റ് ചെയിൻ തന്നെയാണ് ഇവിടുത്തെ ലോങ്സ്റ്റ് കണ്ടിന്യൂസ് കാർബൺ ചെയിൻ. ഓക്കെ, സ്ട്രൈറ്റ് ചെയിൻ എടുത്തു. ഇനി എന്ത് ചെയ്യണം? നമ്പറിങ് ചെയ്യണം അല്ലെ? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ചെയ്യണം, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ചെയ്യണം. 1 2 കാർബൺ ആറ്റത്തിന് നമ്പർ കൊടുക്കണം. 4 5 6. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ചെയ്യുമ്പോൾ 1 2 3 4 5 6. ഇനി എന്താ അടുത്ത സ്റ്റെപ്പ്? ഏറ്റവും ചെറിയ പൊസിഷൻ നോക്കണം അല്ലെ? ഏറ്റവും ചെറിയ പൊസിഷൻ ഏതാ? 2 ആണോ 5 ആണോ? 2 കൊടുത്തു. ഏതാ ഗ്രൂപ്പ്? ഇത് ഏതാ ഗ്രൂപ്പ്? മീഥൈൽ. ഒരു കാർബണല്ലേ ഉള്ളൂ, മീഥൈൽ. ഇനി ഇത് വന്നേക്കുന്ന മെയിൻ ചെയിൻ ഏതാ? ഹെക്സൈൻ. അപ്പൊ ഇവന്റെ പേര് 2 മീഥൈൽ ഹെക്സൈൻ എന്നാണ് നമ്മൾ പറയാം. അതുപോലെ അടുത്തത് നോക്കാം. അടുത്ത് നോക്കുമ്പോ ഇതും വലിയ ട്വിസ്റ്റ് ഒന്നുമില്ല. ലോങ്സ്റ്റ് ചെയിൻ എന്ന് പറഞ്ഞാൽ ഈ 4 ഉള്ളത് തന്നെയാണ്. നമ്മൾ നമ്പർ കൊടുക്കുന്നു, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നമ്പർ കൊടുക്കുക അല്ലെ? 1 2 3 4. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ 1 2 3 4. ഏതാ സെലക്ട് ചെയ്യുക? ഏറ്റവും ചെറിയ പൊസിഷൻ. ഏറ്റവും ചെറുത് ഏതാ? 2 അല്ലെ? 2 അല്ലേ ചെറുത്? മേളിൽ 3 അല്ലേ? 3 എടുക്കരുത്, ചെറിയ പൊസിഷൻ എടുക്കാവുള്ളൂ. അപ്പൊ 2 മീഥൈൽ ബ്യൂട്ടൈൻ. 2 മീഥൈൽ അല്ലെങ്കിൽ 3 മീഥൈൽ ബ്യൂട്ടൈൻ എന്നാവും. സാധനം തന്നെ മാറിപ്പോവും, വേറെ സാധനമാണ് 3 മീഥൈൽ ബ്യൂട്ടൈൻ കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ഒരെണ്ണം നോക്കാം. നമ്പർ ചെയ്യാം. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നമ്പർ. ലോങ്സ്റ്റ് കണ്ടിന്യൂസ് കാർബൺ ചെയിൻ. ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. എന്താണെന്നറിയോ? ലോങ്സ്റ്റ് കണ്ടിന്യൂസ് കാർബൺ ചെയിൻ നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 5 എണ്ണം അല്ലേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയോ 1 2 3 4 5 6. ശരിക്കും ശ്രദ്ധിച്ചോളാം അത് കേട്ടോ. അപ്പൊ ഇതാണ് ലോങ്സ്റ്റ് കണ്ടിന്യൂസ് കാർബൺ ചെയിൻ എന്ന് പറയുന്നത്. ഇതാണ് ഞാൻ ഈ ബോക്സിൽ ഇട്ടിരിക്കുന്ന സാധനമാണ് ലോങ്സ്റ്റ് കണ്ടിന്യൂസ് കാർബൺ ചെയിൻ. ഓക്കെ, അപ്പൊ അത് വളരെ ശ്രദ്ധിച്ചു വേണം എടുക്കാനായിട്ട്. ഇനി എന്ത് ചെയ്യണം? ഇതിന് നമ്പർ കൊടുക്കണം. നമ്പർ നമ്മൾ നോർമലി കൊടുക്കണ പോലെ തന്നെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കും റൈറ്റിൽ ലെഫ്റ്റിലേക്കും. 1 2 3 4 5 6. തിരിച്ചു കൊടുക്കുമ്പോഴോ 1 2 3 4 5 6 എന്ന് വരും അല്ലെ? ഇനി എന്ത് ചെയ്യണം? നമ്മൾ ബ്രാഞ്ച് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഏറ്റവും ചെറിയ പൊസിഷൻ ഏതാ നോക്കണം. 4 വേണോ 3 വേണോ? 3 എടുക്കുള്ളൂ, 4 എടുക്കൂല. അപ്പൊ എന്തായിരിക്കും അവന്റെ പേര് വരിക? 3. ഇത് ഏതാ ഗ്രൂപ്പ്? മീഥൈൽ അല്ലെ? ഓക്കെ, അവന്റെ പേര് വരുമ്പോ 3 ഹൈഫൻ മീഥൈൽ. 3 മീഥൈൽ. മെയിൻ ബ്രാഞ്ച് ആരാ? ഹെക്സൈൻ. ഓക്കെ, ഇനി അടുത്ത ഒരെണ്ണം കൂടി നോക്കാം. ലാസ്റ്റ് വൺ. ഓക്കെ, ഇതിൽ ഏറ്റവും ലോങ്സ്റ്റ് കാർബൺ ചെയിൻ ഏതാ നോക്കി? ശരിക്കും ശ്രദ്ധിച്ചു നോക്കി. ഇതിനകത്ത് ഏറ്റവും ലോങ്സ്റ്റ് കാർബൺ ചെയിൻ ഏതാ? നമ്മൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 6 എണ്ണം അല്ലെ? ഇങ്ങനെ പോയാലും 6 എണ്ണം അല്ലെ? ഇതിലെ പോയാലും കുഴപ്പമില്ലല്ലോ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 6 എണ്ണാണ്, ഇങ്ങനെ പോയാലും 6 എണ്ണാണ്, നേരെ പോയാലും 6 എണ്ണാണ്. അപ്പൊ നമുക്ക് നേരെയുള്ള ചെയിൻ തന്നെ എടുക്കാം കേട്ടോ.
അങ്ങനെയാണെങ്കിൽ നേരെയുള്ള ചെയിൻ തന്നെ നമുക്ക് ചൂസ് ചെയ്യാം. ഇനി എന്ത് ചെയ്യണം? നമ്പർ കൊടുക്കണം. 1 2 3 4 5. ലെഫ്റ്റിലേക്ക് നമ്പർ കൊടുക്കാം. 1 2 3 4 5. ഇനി എന്താ ചെയ്യണ്ടേ? ഏറ്റവും ചെറിയ പൊസിഷൻ ഏതാ നോക്കണം. ഏറ്റവും ചെറുത് ഏതാ? 2 3 ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല അല്ലെ. നമുക്ക് എന്തെന്ന് കൊടുക്കാം? 3 3. ഏതാ ഗ്രൂപ്പ് നോക്കി? ഇവിടെ ഗ്രൂപ്പ് ശ്രദ്ധിച്ചോളണം കേട്ടാ. ഇവിടെ വന്നിരിക്കുന്ന ബ്രാഞ്ച് മീതയിലല്ല, 2 കാർബൺ ഉള്ളതാണ്. 2 കാർബൺ ഉള്ളപ്പോ നമ്മൾ എന്താ ഇതിനെ പറയുന്നത്? ഈഥൈൽ എന്നാണ് പറയുന്നത്. അപ്പൊ 3 ഈഥൈൽ എന്ന് വേണം ഇവിടെ പറയാനായിട്ട് കേട്ടാ. 3 ഈഥൈൽ 3 ഈഥൈൽ പെന്റെയിൻ. ഇതാണ് ഇവന്റെ നെയിമിങ്. ഇങ്ങനെയാണ് സിംഗിൾ ബ്രാഞ്ച് ഉള്ള ഹൈഡ്രോ കാർബണിന് നമ്മൾ നെയിം കൊടുക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ മോർ ദാൻ 1 ബ്രാഞ്ച്, ഒന്നിൽ കൂടുതൽ ബ്രാഞ്ച് വരുന്ന ഹൈഡ്രോ കാർബണ് എങ്ങനെയാണ് പേര് കൊടുക്കേണ്ടതെന്ന് പഠിക്കാം.